വരികയാണ്. നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിരക്കിൽ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലല്ല നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിലനിൽക്കുന്നത്. 25,917 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ 29 ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ 21 ഓഹരികളിൽ മാത്രമാണ് നേട്ടം ഉണ്ടാകുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഏകദേശം ഒരു 0.25% ഇടിവ് നിഫ്റ്റി ബാങ്ക് സൂചികയും രേഖപ്പെടുന്നുണ്ട്. 58,772 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിലെ ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ 2 ബാങ്കിംഗ് ഓഹരികൾ മാത്രം നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 9 ബാങ്കിംഗ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവുണ്ടാകുന്നുണ്ട്. നിഫ്റ്റി 50യിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു മികച്ച ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഫോസിസ് ആണ്. ഏകദേശം 2.5% നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻഫോസിസിന് സാധിക്കുന്നുണ്ട്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ ബൈബാക്ക് ഒക്കെ തന്നെ നാളെ ആരംഭിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 18,000 കോടി രൂപയുടെ ഒക്കെ ഒരു ഷെയർ ബൈബാക്കാണ് ഇൻഫോസിസ് നടത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി തന്നെ പ്രകടിപ്പിക്കുന്നു. അതായത് തീർച്ചയായിട്ടും കമ്പനിയുടെ മാനേജ്മെന്റ് തന്നെ ആ ഒരു ഓഹരി തിരികെ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും മാനേജ്മെന്റിന് തങ്ങളുടെ കമ്പനിയിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം എപ്പോഴും കാണപ്പെടാറ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഓഹരികളിലും ഈ ഒരു കുതിപ്പുണ്ടാകുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഓട്ടോ കമ്പനിയായിട്ടുള്ള ഹീറോ മോട്ടോകോപ്പ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ള നേട്ടം. TCSലേക്ക് പരിശോധിക്കുമ്പോഴും 1.25% മുകളിലുള്ളൊരു നേട്ടവും നിലനിർത്തുന്നു. എന്നാൽ ഇടിവിലുള്ള ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 1.25% മുകളിലുള്ള ഇടിവുണ്ടാകുന്നു. HDFC ബാങ്ക് പരിശോധിക്കുമ്പോൾ 0.5% മുകളിലുള്ളൊരു ഇടിവും. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 1% ഇൻഡസിൻഡ് ബാങ്ക് 0.25% ഒരു ഇടിവും രേഖപ്പെടുത്തുമ്പോൾ NTPC നിലവിൽ ഏകദേശം ഒരു 0.5% ഇടിവിലേക്ക് നിലവിലിപ്പോൾ NTPCയും കടന്നിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് സൂചികയും നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടോണാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ഇപ്പോൾ രേഖപ്പെടുന്നത്. 58,804 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിൽ നിലവിലിപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഓഹരികളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെങ്കിൽ 0.25% മുകളിലും. ICICI ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോണും മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നാൽ ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക്, HDFC ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾക്കൊക്കെ തന്നെ 0.5% മുകളിലുള്ള ഇടിവുണ്ടാകുമ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവും. ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു സെക്ടോറിയൽ പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി IT സൂചികയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 2%-ഓളമുള്ളൊരു നേട്ടത്തിലേക്ക് നിഫ്റ്റി IT സൂചിക ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ നിഫ്റ്റി ഓട്ടോ സൂചിക പരിശോധിക്കുമ്പോൾ 0.5% മുകളിലുള്ള നേട്ടം ഉണ്ടാകുന്നു. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട സൂചികളൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ നിഫ്റ്റി മീഡിയ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% ഒരു ഇടിവ് നിഫ്റ്റി മീഡിയയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. എനർജി സൂചിക പരിശോധിക്കുമ്പോൾ 0.5%. നിഫ്റ്റി ഫാർമ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ IDBI ക്യാപിറ്റൽ നിലവിൽ ഇപ്പോൾ അദാനി എനർജി സൊല്യൂഷൻസിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1,195 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് നൽകിയിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 1,022 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് അദാനി എനർജി സൊല്യൂഷൻസിലും ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അദാനി എനർജി സൊല്യൂഷൻസിനെ IDBI ക്യാപിറ്റൽ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് വയർഡ് ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. അതായത് കമ്പനി വളരെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു കമ്പനിയാണ് എന്നൊരു വ്യൂ പോയിന്റാണ് IDBI ക്യാപിറ്റൽ പങ്കുവച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു മാർക്കറ്റ് സൈസ് ഒക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എസ്പെഷ്യലി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്മിഷൻ സ്പേസ് ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള വളർച്ചയുടെ അവസരങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത് നിലവിൽ അദാനി എനർജി സൊല്യൂഷൻസിന് മികച്ച രീതിയിൽ തന്നെ ടാപ്പ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊരു കാര്യമാണ് IDBI ക്യാപിറ്റൽ പങ്കുവച്ചിരിക്കുന്നത്. കൂടാതെ സ്മാർട്ട് മീറ്ററിംഗ് ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു രംഗത്തും കമ്പനി മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഒരു രംഗത്തെ ഒരു ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിലും ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും അദാനി എനർജി സൊല്യൂഷൻസിന് സാധിക്കുന്നുണ്ട്. 2023-27 സാമ്പത്തിക വർഷങ്ങൾക്ക് ഇടയിലുള്ള കമ്പനിയുടെ ഒരു EBITDA CAGR പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 33% ഒരു വളർച്ചയിലെത്താൻ
വേണ്ടിയിട്ട് അദാനി എനർജി സൊല്യൂഷൻസിന് സാധിക്കുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആണ് IDBI ക്യാപിറ്റൽ നൽകുന്നത്. കൂടാതെ അദാനി എനർജിയുടെ എബിഡ ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ തുടർന്നും വളരെ ശക്തമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ വളർച്ച കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അങ്ങനെ ഫ്യൂച്ചർ ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ റെഡിയായി നിൽക്കുന്ന, അതായത് ഒരു ലാർജ് സ്കെയിലിലേക്ക് തന്നെ ഒരു അപ്ഗ്രേഡേഷൻ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയായി നിൽക്കുന്ന ഒരു കമ്പനി എന്നുള്ളൊരു നിലയിലാണ് നിലയിൽ ഇപ്പോൾ അദാനി എനർജി സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം IDBI ക്യാപിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ നിലവിലിപ്പോൾ IT സൂചികയിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഏകദേശം 750 പോയിന്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 36,726 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി IT-യിലെ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. IT ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഫോസിസ് തന്നെ ഏകദേശം ഒരു 3% ഒരു നേട്ടം നിലനിർത്തുന്നു. LTI മൈൻട്രി പരിശോധിക്കുമ്പോൾ 2.5% നേട്ടമുണ്ടാകുന്നു. പേഴ്സിസ്റ്റൻസ് സിസ്റ്റത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ നേട്ടം 3.25% മറികടന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ്. HCL ടെക്, കൊഫോർജ് ഓഹരികളൊക്കെ തന്നെ ഏകദേശം 2.5%-ഓളമുള്ളൊരു നേട്ടവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാകുന്നു. L&T ടെക്നോളജി സർവീസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 2.5% ഒരു നേട്ടം L&Tയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ആയിട്ടും നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ടോണുമാണ് കാണാൻ സാധിക്കുന്നത്. വിഷ്ണു.